നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ. നീ എപ്പോഴാ എത്തിയേ? കുറച്ചു ദിവസമായി. എന്താ പൂജയുടെ മുഖത്തൊരു വിഷമം? ഏയ് ഒന്നുമില്ല. അല്ല, ചേട്ടൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കാര്യം ഓർത്താണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. കുറച്ച് ദിവസം അത് കഴിഞ്ഞ് അവരിവിടുന്ന് ഇറങ്ങുമ്പോൾ എല്ലാ ചീത്ത സ്വഭാവങ്ങളും മാറ്റി നല്ല കുട്ടികളായിരിക്കും. മാത്രമല്ല ഒരു ഡീറ്റെയിൽസും ഇവിടുന്ന് പുറത്ത് പോവുകയില്ല. എന്നാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ, കാണാം. ധൈര്യമായിട്ട് പോയിട്ട് വാ. അവരിവിടെ പൂർണ്ണ സുരക്ഷിതരായിരിക്കും. ഓക്കേടാ, താങ്ക് യു. എന്നാ ശരി ഡോക്ടർ. ശരി. ഗുഡ് മോർണിംഗ് ടീച്ചർ. മനുവും കൂട്ടുകാരും നമ്മളോട് നല്ല ദേഷ്യത്തിലായിരിക്കും അല്ലേ? എന്തായാലും നമ്മുടെ പ്ലാൻ സക്സസ് ആയല്ലോ. ഡോക്ടർ പറഞ്ഞ പോലെ ചേട്ടനും കൂട്ടുകാരും എത്രയും പെട്ടെന്ന് നല്ല മനുഷ്യരായി തിരിച്ചു വരും. അതാണ് എൻ്റെ പ്രതീക്ഷ. വർഷേ, നീ എന്താ ഇഞ്ചി അടിച്ച് കുരങ്ങിന്റെ പോലെ ഇരിക്കുന്നേ? അല്ല ടീച്ചറെ, ഇപ്പൊ അവരുടെ അവസ്ഥ ഞാനൊന്ന് ആലോചിച്ചു പോയതാ. എന്നാലും എന്റെ മനു, നിന്റെ പെങ്ങളും കൂട്ടുകാരിലും കൂടി നമ്മളൊരു നല്ല പെടുത്തിയ. അവർക്ക് ഒരു പണി വെച്ചിട്ടുണ്ട്, എങ്ങനെയാലും ഒന്ന് പുറത്തിറങ്ങി കിട്ടണം. അതിന് ആദ്യ ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെയെന്ന് രക്ഷപ്പെടുമെന്ന് പറ. എങ്ങനെ രക്ഷപ്പെടാൻ? അത് സെക്യൂരിറ്റികളുടെ കണ്ണുപിടിച്ച്. എനിക്ക് പ്രതീക്ഷയില്ല. ദേ നോക്കി, റോക്കിയല്ലടത്. റോക്കി, അല്ല ഇവനെന്ത് ഇവിടെ? ഇതെന്താ സംഭവം? ഇറങ്ങടാ പുറത്തേക്ക്. എന്താ സാർ പ്രശ്നം? എന്റെ കാശ് വാങ്ങിട്ട് മാറി ഒന്ന് ഒളിച്ചിരിക്കുന്നല്ലേ? ഇവിടെ ഇരിക്കും സാർ, ഇവിടെ ഇരിക്കും. കാശ് കിട്ടിയോടാ എന്നെ വന്ന് കണ്ടോണം. വെറുതെ എന്നെ നിന്റെ വീട്ടിൽ വരുത്തരുത്. അതെ, ഞാൻ പോരാം. ആയിരിക്കാം കളിച്ച് കോളൊക്കെ വെച്ചിരിക്കാം. എന്നാലും നോക്കാം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് സേതോട്ടെ? കയ്യിലിരിക്കണ കാശോ പോയി. ആരോഗ്യം കൂടി കളയണോ? വന്നേ, എഴുന്നേറ്റേ, ഒന്ന് പിടിച്ചേട്ടാ. പിടിച്ചോ. വാ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. കേറ് കേറ് പോട്ടെ. ഇതിന്റെ കുറവുണ്ടായിരുന്നു, ഇപ്പൊ പൂർത്തിയായി. നേരെ ഇരുന്നേക്കൂ. ചേട്ടൻ ഇവിടെ വന്നിരിക്കണോ? ഞങ്ങൾ പട്ടാളക്കാര് ഒരു ദിവസത്തെ ലീവിന് വേണ്ടി കാത്തിരിക്കുന്നവരാ, കുടുംബത്തേക്കൊന്ന് ഓടിയെത്താൻ. നിങ്ങൾക്കൊന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ കുടുംബത്ത് മനസ്സമാധാനമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം ചെയ്തോട്ടെ? ഏട്ടനെ ഉപദേശിക്കുകയാണെന്ന് കരുതണ്ട. ഒരു അന്തമില്ലാത്ത ഈ കുടി ശരിയല്ല. ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ദേവയെടുത്തിയും ഭാമയുമാണ് എന്നെ സ്വർണം തന്ന് സഹായിച്ചത്. ഗൗരി എന്നോട് പറഞ്ഞു പോയി ചത്തോളാൻ. സേതുവേട്ടനിപ്പോ ഏതവസ്ഥയിലാന്ന് ഏട്ടത്തേക്ക് അറിയാമോ? എനിക്കെങ്ങനെ അറിയാനാ? കുടുംബത്തിൽ കയറാതെ തോന്നിയ പോലെ നടക്കല്ലേ നിന്റെ ഏട്ടൻ? അതെ, ബിസിനസ് ആവുമ്പോൾ ചിലപ്പോൾ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നേരിടണം. ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചാൽ അതിനൊരു പരിഹാരമാവൂ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ബാറിന്റെ പേരും പറഞ്ഞ് ചുറ്റും നടന്ന് കടം മേടിച്ചില്ലേ? അതിനുവേണ്ടി വിൽക്കാൻ ഇനി എന്റെ കയ്യിൽ സ്വർണ്ണമില്ല ഗിരീഷ. തറവാട്ടിൽ നിന്നിറങ്ങി പല ബിസിനസ്സുകൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ആരും എതിരെ നിന്നിട്ടില്ല. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഈ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ നിങ്ങൾ വഴക്കിടരുത്. ഏടത്തിയെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഏടത്തി.
വല്യച്ഛൻ വലിയ വൈദ്യനാണെന്നാണല്ലോ എല്ലാരും പറയുന്നേ. അത് സത്യം തന്നെയാ. വലിയ വൈദ്യം തന്നെയായി നന്ദനുണ്ണി. എന്തേ, നിനക്കിപ്പോ സംശയം ഉണ്ടോ മോളെ? വല്യച്ഛന്റെ കഴിവ് തെളിയിക്കാൻ ഞാനൊരു അവസരം തരട്ടെ. എന്താവസരം? കുടി മാറ്റുവോ? അതിന് മോള് കുടിക്കോ? എനിക്കല്ല, അച്ഛന്റെ കുടിമാറ്റുന്ന കാര്യ. സേതുവിനെ ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കണം. അവനുള്ള മരുന്നുകൂട്ടുകളും ഞാൻ ശരിയാക്കി വെച്ചിരിക്കണം. പക്ഷെ അവനൊന്ന് ഇരുന്ന് തരണ്ടേ? അത് ഞാൻ ഏറ്റു. എന്നാ നമുക്ക് നാളെ തന്നെ തുടങ്ങാം. വാ. സൂക്ഷിച്ച്. എന്നെ പോലും ചെയ്യരുത്. എന്നെ പോലെ എല്ലാത്തിനും കാരണം ഇതൊന്നും നിർത്തിക്കൂടെ? എന്നോട് ക്ഷമിക്കും മോളെ. മോളെ എന്റെ മോളെ. കുറുന്തോട്ടിയും രണ്ടും കൂടെ ചേർത്ത് കുത്തി 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 കുത്തി. എത്ര പാടുപെട്ട് പറിച്ചാന്നറിയോ? എന്നാ നിന്റെ കുറുന്തോട്ടി. കുറുന്തോട്ടി ചോദിച്ചിട്ട് കടുത്തുപോയി കൊണ്ടുവന്നിരിക്കുന്നോ? എന്തായാലും കൊണ്ടുവന്നില്ലേ, കളയണ്ട. ഈ കൂട്ടിട്ട് വല്ല പ്രയോജനം ഉണ്ടാവോ എന്തോ. ഉണ്ടായാ മതിയായിരുന്നു. എന്താ ഉണ്ണി നീ വിഷമിച്ചിരിക്കണേ? അല്ല നീ കരയാ? ബനാന ലീഫ്. ഇതൊന്നും കാണാൻ അമ്മയ്ക്ക് ശക്തി ഇല്ലാട്ടോ. ഉണ്ണിയുടെ കണ്ണിലൊരു ചെറിയ കരട്, അത് നമ്മളെല്ലാം കൂടി എടുത്തു കളയണോ അല്ലേ ഉണ്ണിയെ? ഈ ഏട്ടനും അച്ഛനും എല്ലാവരും ഇല്ലേ നിനക്ക്? പിന്നെ എന്തിനാ നീ കരയണേ? ഈ ചികിത്സ കഴിയുന്നതോടുകൂടി ചേട്ടൻ പഴയതുപോലെ തീരും. എന്റെ ചില പ്രത്യേക ചേരുവകൾ ഈ മരുന്നിലുണ്ട്. എന്ത് ചേരുവ? വെള്ളം, പിന്നെ തീ. നാരായണയുടെ വയറ്റീന്ന് പോക്ക് ഇതുവരെ നിന്നിട്ടില്ല അത്ര. കിണിക്കണ്ട. Da da